വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ SI ഉൾപ്പെടെയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസങ്ങളാക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം നമ്മളിൽ വേണം. സോ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും. കാരണം ഇനി ഒരു പരീക്ഷ വരുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി എടുക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം ഈ 2021 ശേഷമാണ് ഈ പരീക്ഷകളിലെ പല മാറ്റങ്ങൾ PSC കൊണ്ടുവരുന്നത്. സോ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതുപോലെ പ്രിലിംസിന്റെ പരീക്ഷകളും മെയിൻസിന്റെ പരീക്ഷകളുമായിട്ട് PSC പരീക്ഷ രീതികൾ തന്നെ മാറ്റിയെടുത്തത്. സ്വാഭാവികമായിട്ടും ചോദ്യമിടുന്ന അധ്യാപകരുടെ മുമ്പിലും 2021 മുതൽ 2024 വരെ വിവിധ പരീക്ഷകൾ നടത്തി മാറിയ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ അവരുടെ മനസ്സിലുണ്ടാവും. ആ ഒരു രീതിയിലായിരിക്കും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത്, 2021 മുതൽ 2024 വരെ ഈ ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. 2021 മുതൽ 2024 വരെ ഏകദേശം 40ഓളം ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളാണ് നമ്മുടെ മുമ്പിൽ കടന്നു മാറിയത്. സോ ഈ പരീക്ഷകളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം 4000ഓളം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുവാണ്. ആ ചോദ്യങ്ങളെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നും ഈ 4000 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകൾക്കാണ് അധ്യാപകർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത്. ഇത് സാധാരണ ഒരു UPSC സിവിൽ സർവീസ് പ്രിപ്പറേഷന്റെ മുമ്പിൽ പോകുമ്പോഴും നമ്മൾ ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് എക്സാം ഹാളിലേക്ക് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഇത്തരത്തില് ഈ ഒരു 40 ചോദ്യ പേപ്പർ എങ്കിലും മിനിമം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ പകുതി ചോദ്യങ്ങൾ, അതായത് നേരെ പകുതി ചോദ്യങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രമാണ്. മാത്സിനകത്ത് 20 മാർക്ക്, ഇംഗ്ലീഷിനകത്ത് 20 മാർക്ക്, മലയാളത്തിനകത്ത് 10 മാർക്ക്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാല് 50 മാർക്കിന്റെ ചോദ്യങ്ങൾ നിൽക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഭാഗങ്ങളിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണ്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് വേണം മുമ്പോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുവാൻ. സോ അവിടുന്ന്, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനകത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 45 മാർക്ക് എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. എല്ലാ PYQ നിങ്ങൾ ചെയ്തു പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ ഇന്ന് മറ്റൊരു PYQ സെഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള, അതായത് ഈ പരീക്ഷകൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ 1-2 കാര്യങ്ങൾ. മെയ് 24-ാം തീയതിയാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് 3 മണിക്കൂറാണ് പഠിക്കാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ 3 മണിക്കൂർ വൃത്തിയായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യതയോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാനും സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. കാരണം അതാണ് നമ്മൾ 2021 മുതൽ 2024 വരെ നടന്നു പോയ ഹിസ്റ്ററി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യുവാൻ സാധിക്കും, അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. സോ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാല് നിങ്ങൾ 80 മാർക്ക് വാങ്ങിച്ചത് കൊണ്ടോ 90 മാർക്ക് വാങ്ങിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. സോ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു എലിമിനേഷൻ പരീക്ഷ മാത്രമാണിത്. സോ അവിടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. സോ അതുകൊണ്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പഠിക്കേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമുക്ക് നേരെ മാത്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എവിടെയാണെന്ന് അറിയോ? അതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ മലയാളം 10, ഓക്കെ, ഇംഗ്ലീഷ് 20, കണക്ക് 20. കണ്ടോ? ഈ 50 മാർക്കിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കണം. സോ അവിടെയാണ് നിങ്ങളുടെ നല്ലൊരു ശതമാനം, അതായത് നേരെ പകുതി ചോദ്യങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. ബാക്കി ഇത്രയും പോർഷൻ അകത്തുനിന്ന് 50 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ 3 ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് 50 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുവാണ്. അതുകൊണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പഠിക്കാൻ. എന്നിട്ട് നിങ്ങൾ മേപ്പോട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് ചില ടോപ്പിക്കുകൾ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷെ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് വളരെ സെലക്റ്റീവായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോക്കി വേണം മുമ്പോട്ട് പോകുവാൻ. അങ്ങനെ ഒരു പ്രിപ്പറേഷനോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ ഒരു എലിമിനേഷൻ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. വലിയ പ്രാധാന്യമാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് കൊടുക്കേണ്ടത് എന്ന് വീണ്ടും അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാത്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് കിടക്കുന്നത്. ഈ 12 ടോപ്പിക്കിനകത്ത് നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതേപോലെ മെന്റൽ എബിലിറ്റി പോർഷൻ നോക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു 13 ചാപ്റ്റർ കാണാൻ സാധിക്കും. അവിടെയും നിങ്ങൾക്ക് ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മാത്സും റീസണിങ്ങും മാത്രം ഏകദേശം 25 ചാപ്റ്റർ ആണുള്ളത്. ആ 25 ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 20 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മാത്സിനകത്തേക്ക് വരുമ്പോൾ ഈ സെയിം ടോപ്പിക്ക് തന്നെയാണ് വീണ്ടും നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടി വരുന്നത്. പക്ഷെ അവിടെ 15 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങളെ നേരിടാൻ പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാല് നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനോട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മെയിൻസിന്റെ പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാല് മെയിൻസിന്റെ പരീക്ഷ കൂടി നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ പോവാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് മാത്സിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 2021 മുതൽ 2024 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു പോയ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഓരോ ദിവസങ്ങള് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഈ ചോദ്യങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ്. സോ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ചോദ്യപേപ്പറുകൾ ടോപ്പിക് വൈസ് മുൻ വർഷ ചോദ്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. 2022 2ാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിൽ കാണുന്നത്. ചോദ്യം: 600 കിലോമീറ്റർ പറക്കുന്നതിനിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനത്തിന്റെ വേഗത കുറഞ്ഞു. യാത്രയ്ക്കുള്ള അതിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്റർ കുറയുകയും ഫ്ലൈറ്റിന്റെ സമയം 30 മിനിറ്റ് വർദ്ധിക്കുകയും ചെയ്തു. വിമാനത്തിന്റെ ദൈർഘ്യം എത്ര എന്നാണ് ചോദ്യം. അതായത് ക്വസ്റ്റ്യന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാല്, എടാ ഒരു നിശ്ചിത ദൂരം, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ചെന്നൈ വരെ പോകണം. എല്ലാ ദിവസവും സ്ഥിരമായിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ട്. തിരുവനന്തപുരം മുതൽ ചെന്നൈ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാല് എത്രയാണ്? 600 കിലോമീറ്റർ ദൂരമാണ്. ഈ 600 കിലോമീറ്റർ ദൂരം എല്ലാ ദിവസവും രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഒരു ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫ് ആവും. അതായത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തും? നമ്മൾ ചെന്നൈയിലെത്തും. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം ചില സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയാണ് ഇവിടുത്തെ പ്രശ്നം. സോ കാലാവസ്ഥ പ്രശ്നമായതുകൊണ്ട് സ്പീഡ് കുറയ്ക്കാൻ തീരുമാനിച്ചു. പക്ഷെ 10 മണിക്ക് തന്നെയാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷേ അവിടെ പൈലറ്റ് സ്പീഡ് കുറച്ചു. നേരത്തെ എത്രയാണോ സ്പീഡ് പൊക്കോണ്ടിരുന്നത് അതിൽ നിന്ന് 200 കിലോമീറ്റർ പെർ അവർ കുറച്ചു. അങ്ങനെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമയം കൂടുതൽ എടുക്കത്തില്ലടാ. നേരത്തെ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വേഗതയാകുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് 10 മണിക്ക് തുടങ്ങിയാൽ അവിടെ എത്തും 12 മണിയാകുമ്പോൾ എത്തും. പക്ഷേ സ്പീഡ് കുറയ്ക്കുമ്പോൾ ഇപ്പം 10 മണിക്ക് യാത്ര തുടങ്ങിയാൽ 12:30 ആയാലും അവിടെ എത്തുള്ളൂ. കാരണം എന്താ? സ്പീഡ് കുറഞ്ഞത് കൊണ്ടാ. സോ അങ്ങനെയാണെങ്കിൽ
വിമാനത്തിന്റെ ദൈർഘ്യം എത്ര, സമയം എത്ര എന്നാണ് ചോദിച്ചത്. സ്ഥിരമായിട്ട് പോകുന്ന സമയം, ഡ്യൂറേഷൻ ആണ് ചോദ്യകർത്താവ് ചോദിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ നിസ്സാര സമയം കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ക്ലാസ്സില് നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5, ടൈപ്പ് 6, ടൈപ്പ് 7 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് പഠിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ട്രെയിനകത്തേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ ആപ്പിന്റെ ക്ലാസ്സും ഇൻഹൗസിലെ ക്ലാസ്സും. സോ ഈ 7 ടൈപ്പിനകത്തും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടാവത്തില്ല. സോ ഇങ്ങനെ നമ്മൾ പഠിക്കാത്ത ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് വന്നാൽ നിങ്ങൾ ഓപ്ഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം, പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ സാധാരണ പോകുന്ന സമയം എത്രടാ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 1 മണിക്കൂർ ഉണ്ട്, ഓപ്ഷൻ ബി 3 മണിക്കൂർ, ഓപ്ഷൻ സി 2 മണിക്കൂർ, ഓപ്ഷൻ ഡി 4 മണിക്കൂർ. ഇതിനകത്ത് ഏതാണ് ആൻസർ എന്നാണ് ചോദ്യം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ ആൻസർ, ഉറപ്പല്ലേ? കാരണം വേറെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷൻ എ ആണെന്ന് കരുതാം. സമയം, സാധാരണ പോകുന്ന സമയം 1 മണിക്കൂർ ആണെന്ന് നമുക്ക് വെറുതെ ഞാൻ കരുതാം. ഓക്കെ, അങ്ങനെ നമ്മൾ കരുതുമ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓപ്ഷൻ എ തന്നെ ആയിരിക്കും ആൻസർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ ബി വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്പീഡ് കണ്ടുപിടിക്കാം. മക്കളെ, സ്പീഡ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര? ഡിസ്റ്റൻസ് 600 അല്ലേ? ഡിസ്റ്റൻസ് 600 ആണ്. സമയം 1 മണിക്കൂർ അല്ലേ? സാധാരണ പോകുന്ന സ്പീഡാണ് ഇത് ഉദ്ദേശിച്ചത്. സാധാരണ പോകുന്ന സ്പീഡാണ്. ഡിസ്റ്റൻസ് 600 ആണ്, സമയം 1 മണിക്കൂറാണ്. കാരണം സാധാരണ പോകുന്ന സമയം എത്ര, അത് നമ്മൾ 1 മണിക്കൂറാണെന്ന് കരുതുക. 600നെ 1 കൊണ്ട് ഹരിച്ചാല് നമുക്ക് 600 കിലോമീറ്റർ പെർ അവർ എന്ന് വരും ആൻസർ. കണ്ടോ, 600 കിലോമീറ്റർ പെർ അവർ എന്നാണ് ആൻസർ വന്നത്. ഇനി 200 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കുറയ്ക്കുമ്പോൾ അരമണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത 1 മണിക്കൂറാണ്, ഇനി നിങ്ങൾ ടൈം കണ്ടുപിടിക്കുമ്പോൾ 1.5 മണിക്കൂർ ആൻസർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പിടിച്ചോ, അതായിരിക്കും ആൻസർ. അത്രേ ഉള്ളൂ പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ സ്പീഡ് കണ്ടുപിടിച്ചു, ഇത് സാധാരണ പോകുന്ന സ്പീഡാണ് 600. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാം പുതിയ സമയം കണ്ടുപിടിക്കാം. പുതിയ സമയം. സോ ടൈം ഈസ് ഈക്വൽ ടു, നമുക്ക് ക്യാപിറ്റൽ ടി ആയിട്ട് എടുക്കാം, അവിടെ സ്മോൾ ടി അല്ലേ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ടാണ് ഡി തന്നെ എഴുതിയത്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 600 ആണല്ലോ. ഡിസ്റ്റൻസ് 600 അല്ലേ? കാരണം ആ പോകുന്ന ദൂരം സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് 600 ആണെന്ന് മനസ്സിലായി. പക്ഷേ സ്പീഡ് 200 കിലോമീറ്റർ പെർ അവർ കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ 600 ആയിരുന്നല്ലോ. അപ്പോൾ 200 കിലോമീറ്റർ പെർ അവർ കുറച്ചാൽ, 600 നിന്ന് 200 കുറച്ചാൽ 400 കിലോമീറ്റർ പെർ അവർ ആണ് പുതിയ സ്പീഡ് എന്ന് മനസ്സിലായി. സോ വെട്ടിച്ചെറുതാക്കുവാണെങ്കിൽ 2 0 പോയി 2 0 പോയി, 3 2 6 2 2 4 3/2 എന്ന് വരും. 3ന്റെ പകുതി, കുഞ്ഞുങ്ങളെ 3ന്റെ പകുതി എന്ന് പറഞ്ഞാല് 1.5 മണിക്കൂർ അല്ലേ? 1.5 മണിക്കൂറാണല്ലോ. 1.5 മണിക്കൂറാണ്. അതായത് നേരത്തെ പോകുന്ന സമയം 1 മണിക്കൂറാണ്, ഇപ്പോൾ 1.5 മണിക്കൂറായിട്ട് മാറി. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാല് 1 മണിക്കൂർ 30 മിനിറ്റും. അത് കറക്റ്റായി. കാരണം എന്താ പറഞ്ഞത്, പുതിയത്, അതായത് സ്പീഡ് 200 കിലോമീറ്റർ പെർ അവർ കുറയ്ക്കുമ്പോൾ സമയം അരമണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ തന്നെ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഇങ്ങനെ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോദ്യമായിരുന്നു. ഈ ചോദ്യം വൃത്തിയായിട്ട് ഇപ്പൊ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, ഈ ചോദ്യം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം സെറ്റ് ആണെന്ന് അർത്ഥം. ഇങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്കിനകത്തുനിന്ന് എല്ലാ മുൻവർഷ ചോദ്യങ്ങളും ചെയ്തു പഠിക്കണം എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം മക്കളെ. രണ്ടാമത്തെ ചോദ്യം ഇതാ പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം 2024 രണ്ടാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. എന്താണ് കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ടി സെക്കൻഡിലെ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരം, ടി സെക്കൻഡിലെ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാല് അതിവിടെ തന്നിട്ടുണ്ട്. D =
4t² - 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. t സെക്കൻഡിലെ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാല് 4t² - 3 ആണെന്ന് പറഞ്ഞു. നമ്മൾ എഴുതി വെച്ചു. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്തു. എടാ, രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കത്തില്ലേ? ചോദ്യകർത്താവ് ചോദിക്കുന്നത് 9:02 രാവിലെയാണ് 9:03 ഇടയിൽ നമ്മുടെ കാറ് സഞ്ചരിച്ച ദൂരം എത്രടാ പിള്ളേരെ എന്നാണ് ചോദിച്ചത്. 9:02 9:03 ഇടയില് നമ്മുടെ കാറ് എത്ര കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ എത്ര മീറ്റർ എന്ത് കുന്തെങ്കിലും ആവട്ടെ സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും d = 4t² - 3 ആണ്. അതായത് ടിയുടെ അവിടെ 1 കൊടുത്താൽ 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടും. കണ്ട, സെക്കൻഡ് എന്നാ പറഞ്ഞത്. അവിടെ ക്വസ്റ്റ്യൻ കറക്ഷൻ ആണ്. സെക്കൻഡിന് പകരം മിനിറ്റ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത് കേട്ടോ. സെക്കൻഡ് പറഞ്ഞാൽ ശരിയാവത്തില്ല. മിനിറ്റ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ പക്ക ക്ലിയർ ആയിട്ട് പോയാനായിരുന്നു. ആ ക്വസ്റ്റ്യൻ സെക്കൻഡ് എന്നുള്ള വാക്കുള്ളത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയത്. അപ്പൊ അവിടെ കറക്ഷൻ ഞാൻ തിരുത്തി അത് മിനിറ്റ് ആക്കുവാണ്. അപ്പോൾ ടിയുടെ അവിടെ 1 കൊടുത്താല് 1 മിനിറ്റിൽ സഞ്ചരിച്ച ദൂരം കിട്ടത്തില്ലേ? എടാ, ടിയുടെ അവിടെ 2 കൊടുത്താല് 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടത്തില്ലേ? ടിയുടെ അവിടെ 3 കൊടുത്താല് 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടത്തില്ലേ? ടിയുടെ അവിടെ 4 കൊടുത്താല് 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടത്തില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. 9 മണിക്കാണ് യാത്ര തുടങ്ങിയത്. 9:03 വരെയുള്ള ദൂരം കണ്ടുപിടിക്കാം. ഓക്കെ, അതെന്ത് ചെയ്താൽ മതി? 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ ടിയുടെ അവിടെ 3 കൊടുത്താൽ പോരെ. അപ്പൊ ടിയുടെ അവിടെ 3 കൊടുത്തു കഴിഞ്ഞാല് 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പൊ 9:03 വരെയുള്ള ദൂരം കിട്ടും. എന്നിട്ട് 9:02 വരെ സഞ്ചരിച്ച ദൂരം എത്ര ആണോ അതങ്ങോട്ട് കുറയ്ക്കുവാണെങ്കിൽ 9:02 9:03 ഇടയിലുള്ള ദൂരം കിട്ടത്തില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. എന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം അങ്ങോട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ആ ബാക്കിയുള്ള ദൂരം ഉണ്ടല്ലോ, അത് 9:02 9:03 ഇടയിൽ സഞ്ചരിച്ച ദൂരമായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 3 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം. സോ 3 മിനിറ്റ് കൊണ്ട് അതായത് 9 മണിക്ക് യാത്ര തുടങ്ങി. 9 മണിക്ക് യാത്ര തുടങ്ങിയ നമ്മുടെ ഈ ഒരു കാറ് അല്ലെങ്കിൽ കാറ് 9:03 വരെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ടിയുടെ അവിടെ 3 കൊടുത്താൽ മതി. അപ്പൊ ടിയുടെ അവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 9 × 4 36 വരും. 36 ന്ന് 3 കുറച്ചാലേ 33 വരും. യൂണിറ്റ് പറയാത്തത് കൊണ്ട് നമുക്ക് 33 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 9:03 ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 33 മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ എന്തിലോട്ടെ 33 മീറ്റർ അങ്ങ് പിടിക്കുക. മീറ്റർ എടുക്കാം. 33 മീറ്റർ ദൂരെയായിരിക്കും നമ്മുടെ കാറ്. ഇനി 9:02 വരെയുള്ള ദൂരം കുറയ്ക്കണ്ടേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 9:02 വരെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കണം. അതായത് 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ടിയുടെ അവിടെ 2 കൊടുത്താൽ പോരെ. ടിയുടെ അവിടെ 2 കൊടുത്താല് 2 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടും. സോ 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ 4 ആണ്. 4 × 4 16 വരും. -3 വരും. 16 ന്ന് 3 കുറച്ചാല് 13 എന്ന് വരും. അപ്പോൾ 9:03 വരെ സഞ്ചരിച്ച ദൂരം 33 മീറ്റർ ആണ്. 9:02 വരെ 13 മീറ്റർ ആണ്. സ്വാഭാവികമായിട്ടും ആ 33 ന്ന് ആദ്യത്തെ 13 കുറച്ചാല് 20 വരും. അതായിരുന്നു നമുക്ക് 9:02 9:03 ഇടയിലെ സഞ്ചരിച്ച ദൂരം എത്ര എന്നായിരുന്നു ചോദിച്ചത്. നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. 20 ആയിരുന്നു വരേണ്ടത്. ഇതായിരുന്നു നമ്മുടെ 2024 രണ്ടാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയ ചോദ്യമാണ്. പക്ഷേ നല്ല ചോദ്യമായിരുന്നു. കോൺസെപ്റ്റ് ഉള്ള നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ എറർ വന്നത് ആ ഒരു ഒറ്റ വാക്കിന്റെ പുറത്താണ് എറർ സംഭവിച്ചത് കേട്ടോ. സോ അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. 2024 മൂന്നാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിലെ പരിചയപ്പെടുത്തുന്നത്.
സൈഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കിടപ്പുണ്ട് 071/24. അരുൺ ഒരു ബസ്സിലെ 25 കിലോമീറ്റർ അരുൺ ഒരു ബസ്സിലെ 25 കിലോമീറ്റർ 50 മീറ്റർ സഞ്ചരിച്ചു. കാറില് 7 കിലോമീറ്റർ 265 മീറ്റർ സഞ്ചരിച്ചു. നടന്ന് 1 കിലോമീറ്റർ 30 മീറ്റർ സഞ്ചരിച്ചു. അവൻ ആകെ സഞ്ചരിച്ച ദൂരം എത്രടാ പിള്ളേരെ? ഇതാണ് ചോദിച്ചത്. ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുക. എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ? മതി. പക്ഷേ കിലോമീറ്ററിലേക്ക് നിങ്ങൾ മാറ്റേണ്ടി വരും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സോ കിലോമീറ്ററിലേക്ക് മാറ്റി തരണം ആൻസർ. നിങ്ങൾ അത്രയും മാത്രം ചെയ്താൽ മതി. കിലോമീറ്ററിലേക്ക് മാറ്റണം ആൻസർ, കിലോമീറ്ററിലേക്ക് മാറണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കിലോമീറ്ററും ഉണ്ട് മീറ്ററും ഉണ്ട്, രണ്ടുകൂടെ കോമ്പിനേഷനാണ്. സ്വാഭാവികമായിട്ടും ആദ്യം നമുക്ക് കിലോമീറ്റർ എല്ലാം കൂടെ കൂട്ടാം. ഇവിടെ കിടക്കുന്ന കിലോമീറ്ററുകളെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്ക്. ആദ്യം ഒരു 25 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്റർ 7 കിലോമീറ്റർ 25 കിലോമീറ്റർ 7 കിലോമീറ്റർ കൂടെ കൂട്ടിയാല് 32 കിലോമീറ്റർ ആയി. സോ 32 കിലോമീറ്ററിന്റെ കൂടെ 1 കിലോമീറ്ററും കൂടെ കൂട്ടിയാല് 33 കിലോമീറ്റർ എന്ന് വരും. അതായത് കിലോമീറ്ററുകൾ മാത്രം 33 കിലോമീറ്റർ മൊത്തത്തിൽ വരും. സോ ഇനിയുണ്ട് കുറച്ചും കൂടെ ഉണ്ട്. നിർത്തരുത്, ഇനിയും കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ അവന്മാരെല്ലാവരും മീറ്ററാ. അപ്പൊ കിലോമീറ്റർ എല്ലാം കൂടെ നമ്മൾ സെറ്റ് ആക്കിയപ്പോൾ നമുക്ക് 33 മീറ്റർ വന്നു. ഇനി ഒരു 50 മീറ്റർ കിടപ്പുണ്ട്. പിന്നെ ഒരു 265 മീറ്റർ കിടപ്പുണ്ട്. പിന്നെ അങ്ങ് അറ്റം ഒരു 30 മീറ്റർ കൂടെ കിടപ്പുണ്ട്. ഇവന്മാരെ എല്ലാവരും കൂടെ കൂട്ടണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ 265ഉം 50 30 കൂടെ കൂട്ടാം, മനസ്സിൽ കൂട്ടാം. 50 30 കൂടെ കൂട്ടിയാൽ 80 അല്ലേ? 80. ആ 80ന്റെ കൂടെ 265ഉം കൂടെ കൂട്ടിയാട്ടെ. 265ന്റെ കൂടെ ആ 80ഉം കൂടെ കൂട്ടിയാൽ 5 8 6 14 ശിഷ്ടം 1 2 1 3 345 മീറ്റർ കൂടിയുണ്ട്. അതായത് 33 കിലോമീറ്ററും മാത്രമല്ല 345 മീറ്ററും ഉണ്ട്. ചോദ്യകർത്താവ് ചോദിക്കുന്നത്, എടാ പിള്ളേരെ നിങ്ങൾ അത് കിലോമീറ്ററിലേക്ക് മാറ്റി തരണം, മീറ്റർ വേണ്ട. അപ്പൊ മീറ്ററിനെ കിലോമീറ്റർ ആക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ 1000 മീറ്ററാ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ 1000 മീറ്ററാ. അതായത് കിലോമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാല് 5നെ 1000 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അതായത് കിലോമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. അതേപോലെ നേരെ തിരിച്ച് മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക. മീറ്ററിന് കിലോമീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക. കുഞ്ഞുങ്ങളെ 1000 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാ പോരെ. അതായത് 345 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാല് 0.345 കിലോമീറ്റർ എന്ന് വരും. അപ്പോ നേരത്തെ ഒരു 33 കിലോമീറ്റർ കിടപ്പുണ്ട്. അതിന്റെ കൂടെ ഒരു 0.345 കിലോമീറ്റർ കൂടെ കൂട്ടിയാൽ ഉത്തരം 33.345 കിലോമീറ്റർ എന്ന് വരും ആൻസർ. ഇതായിരുന്നു നമ്മുടെ 2024 നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 3ാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സോ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, ടൈം ആൻഡ് വർക്ക് ആയിക്കോട്ടെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2021 മുതൽ 2024 വരെ വിവിധ പരീക്ഷകളിൽ ചോദിച്ചു മാറിയ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തു വെച്ച് പഠിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് ഒരു 30 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് കിട്ടും. സോ ഇത്തരത്തിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഈ കഴിഞ്ഞുപോയ പരീക്ഷകളിൽ ചോദിച്ചു മാറിയ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഈ പരിചയപ്പെടുത്തിയത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇനി നിങ്ങളുടെ മുമ്പില് ഏകദേശം ഒരു 2 മാസം, അതായത് 60 ദിവസത്തിനോട് അടുത്തുള്ള സമയമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പൊ ഈ 60 ദിവസം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാല് ഈ വരാൻ പോകുന്ന പ്രിലിംസിന്റെ പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുവാൻ സാധിക്കും. കാരണം കഴിഞ്ഞ തവണയൊക്കെ അവസാന ലാപ്പിൽ ഒരുപാട് പേര് ഓടിക്കേറിയവരുണ്ട്. അപ്പോൾ ഈ 2 മാസം നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ട് ആണ് വരാൻ പോകുന്ന പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്.
സോ അതിനു വേണ്ടിയിട്ട് അടുത്ത ഒരു 40 ദിവസം നമ്മൾ സിസിലെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാച്ചിന്റെ പ്രത്യേകത, അടുത്ത 40 ദിവസം ഓരോ ദിവസവും 2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളിൽ കൂടെ ഈ കഴിഞ്ഞു പോയ 40 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തു നിന്നുള്ള 4000-ഓളം ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. സോ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും. സ്ഥിരമായിട്ട്, അതായത് 40 ദിവസത്തെ ഈ 2 മണിക്കൂർ വെച്ചുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകളിൽ കൂടെ ഓരോ ടോപ്പിക്കിനകത്ത് നിന്ന് 2021 മുതൽ 2024 വരെ വിവിധ പരീക്ഷകളിൽ ചോദിച്ചു മാറിയ എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സിലെ നേരിട്ട് അധ്യാപകർ വന്ന് പരിചയപ്പെടുത്തുവാണ്. സോ ഇതൊരു വലിയ സാധ്യതയാണ് പരീക്ഷയുടെ അവസാന ലാപ്പിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. അതായത് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്കും ഒന്നും അറിയാതെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ. സോ പരീക്ഷയുടെ ട്രെൻഡ് മനസ്സിലാക്കി, പൾസ് മനസ്സിലാക്കി അവസാന ലാപ്പിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു ബാച്ചാണ്. സോ ഈ ബാച്ചിന്റെ പേരെന്ന് പറഞ്ഞാല് മിറാക്കിൾ ബാച്ച് എന്നാണ്. 40 ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിനകത്ത് അത് പരമാവധി സാധിക്കും. കാരണം കൃത്യമായിട്ട് അധ്യാപകർക്ക് ക്ലിയർ കട്ട് നിർദ്ദേശം കൊടുത്തുകൊണ്ട് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 40 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തു നിന്നുള്ള ഓരോ ടോപ്പിക് വൈസ് ചോദ്യങ്ങളാണ് നിങ്ങളെ ക്ലാസ്സിൽ വീണ്ടും പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. ഇവിടെ ലൈവ് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് 2 മണിക്കൂർ വെച്ച് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആപ്പിനകത്ത് നമ്മൾ കഴിഞ്ഞ ഒരു 12 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്ത് വൃത്തിയായിട്ട് ആപ്പിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആപ്പിന്റെ ആക്സസ് കൂടി കിട്ടുവാണ്. അതേപോലെ ഡെയിലി പരീക്ഷകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, അതുപോലെ കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ടാവും. ഒരു ദിവസത്തിൽ നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുകൊണ്ട് അടുത്ത 40 ദിവസം വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. സോ വലിയൊരു സാധ്യതയാണ്. ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാനെങ്കിലും ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഓരോ അവസരവും പിന്നീട് നമുക്ക് മുമ്പിൽ തിരിച്ചു വരത്തില്ല. ഈ അവസാന ലാപ്പിൽ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ ക്വസ്റ്റ്യൻസ്, അതായത് ഷോർട്ട് ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഉദ്യോഗാർത്ഥികളെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മിറാക്കിൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഇവിടെ 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. മാത്രമല്ല 40 ദിവസത്തെ ഈ ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ പിന്നെ ഒരു 10 ദിവസങ്ങളുണ്ട്. ആ 10 ദിവസം എന്ന് പറഞ്ഞാല് ഓരോ ദിവസവും നമ്മൾ സാധാരണ PSC പരീക്ഷ എഴുതുന്ന പോലെ 100 മാർക്കിന്റെ OMR പരീക്ഷ ഉണ്ടാവും. അപ്പൊ അവിടെ നിങ്ങൾക്ക് എത്രയായി? അവിടുന്ന് 100 ചോദ്യങ്ങൾ വെച്ച് വീണ്ടും കിട്ടുവാണ്. അതായത് വീണ്ടും ഒരു 1000 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുവാണ്. അതായത് ഒരു ദിവസം 100 ചോദ്യങ്ങൾ വെച്ച് 10 ദിവസം ആകുമ്പോൾ 1000 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ ഒരു മോഡൽ എക്സാം, അതായത് നമ്മുടെ പരീക്ഷ നമ്മൾ എങ്ങനെയാണോ എഴുതാൻ പോകുന്നത്, എക്സാം ഹാളിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് എങ്ങനെയാണോ അതേ നിലവാരത്തിലെ 100 ചോദ്യങ്ങൾ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചുള്ള 10 സെറ്റ്, അതായത് 1000 ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള വലിയൊരു അവസരമാണ്. സോ ഈ ഒരു 50 ദിവസത്തെ പ്രോഗ്രാമാണ് മിറാക്കിൾ എന്ന് പറയുന്ന ബാച്ച്. പരമാവധി റിസൾട്ടുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സാധ്യത കൂടി പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.